കേരയിൽ വിട്ട് റാപ്പിഡ് റെയിൽ ട്രെയിനുമായി സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ കേരളിന് അനുമതി നിഷേധിച്ചതോടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. അതിവേഗ റെയിൽവേക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. അനുമതി തേടി കേന്ദ്രത്തിന് കത്തയക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽപാത വരുന്നത്. കേരളിനെതിരെ പൊതുജനങ്ങളിൽ നിന്ന് എതിർപ്പും റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് സാങ്കേതിക എതിർപ്പും വന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ കെയ്റെയിൽ പദ്ധതി ഉപേക്ഷിച്ചത്. കൃത്യമായി പഠനം നടത്താതെ തയ്യാറാക്കിയ DPRന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അതിവേഗ റെയിൽവേ പാതയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള താൽപര്യം അറിയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ കത്തയക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിലാണ് അതിവേഗ പാത നിർമ്മിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനയ്ക്ക് ഗതാഗത വകുപ്പിനെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞു. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗം, കുറഞ്ഞ സ്റ്റേഷൻ ഇടവേള, ഉയർന്ന യാത്രാശേഷി എന്നിവയാണ് അതിവേഗ റെയിൽവേയുടെ പ്രത്യേകതകൾ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണം നടക്കുക. 4 ഘട്ടങ്ങളായാണ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ജനം, തിരുവനന്തപുരം.